നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗ്രീസറാണ്. അന്നേരം ഇന്നും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ്. ഡോണ്ട് വറി, നോ ടെൻഷൻ. ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി 18-ാം തീയതിയാണ്, അതായത് ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, 4 ദിവസം മാക്സിമം അവേഴ്സ്. പരീക്ഷ എടുക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ആവേശം കൂട്ടണം, ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം അവേഴ്സ് കഷ്ടപ്പെടുക. ഫിസിക്സ് പഠിക്കണം, അത്രയും വർക്ക് ചെയ്ത് പഠിക്കണം. റിസൾട്ട് വരുമ്പോൾ അടിപൊളി. മാക്സിമം ഹാർഡ് വർക്ക് ഈക്വൽ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങരുത്. ഇത് വർക്ക് ചെയ്ത് നമ്മൾ മാർക്ക് മേടിച്ചിരിക്കണം. ഓക്കെ, അന്നേരം ഇന്ന് ഞാൻ ഒരു പടിക്ക് 2 പക്ഷി, ഒരു പക്ഷിയല്ല 3 പക്ഷിയാണ്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിനകത്ത് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈൻഡ് തിയറി ഓഫ് ഗ്യാസസ്, 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൺക്ലൂഡ് ചെയ്തങ്ങ് തരും. അതിന് നമുക്ക് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആകും. ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമുക്ക് കുറേ വീണ്ടും നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ എനിക്ക് പറ്റുന്നോ അതെല്ലാം ഞാൻ ഉറപ്പായിട്ട് തന്നിരിക്കും. പരീക്ഷയ്ക്കുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ്, ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള എല്ലാം നമുക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാം തരാൻ ഞാൻ ബാധ്യസ്ഥനല്ല, ഞാൻ തന്നിരിക്കും ഉറപ്പായിട്ട്. പോർ വരട്ടെ. നിങ്ങൾ ഒരിക്കലും തളരാതെ നല്ല രീതിയിൽ പഠിച്ചു പോവുക, മാക്സിമം വർക്ക് ചെയ്യുക. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. ഓക്കെ വാ. അന്നേരം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. സ്വാഭാവികം ഇതിനകത്തൊരു ടെമ്പറേച്ചർ, തെർമൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു രീതിയിൽ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി അല്ലേ? നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പനിയുണ്ടോ എന്ന് നോക്കുന്നത് തലയിങ്ങനെ ചോദിച്ചു നോക്കും. അല്ലാതെ ഡോക്ടർ പനിയുണ്ടല്ലോ എന്ന് പറയത്തില്ല. തലയ്ക്ക് വെച്ച് നോക്കുമായിരിക്കാം, നെറ്റിക്ക് കൈ വെച്ച് നോക്കുമായിരിക്കാം. നമ്മുടെ ഇൻസ്ട്രുമെന്റ് തെർമോമീറ്റർ, അന്നേരം മറ്റൊരു ഇതാണ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ ആണ് അല്ലേ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാമെങ്കിലും തെറ്റിക്കുന്നതാണ് ചിലപ്പോൾ. ഓക്കെ, പിന്നെ സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. എന്റെ വീഡിയോസിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ. അതിനകത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ് എന്ന് പറഞ്ഞ് ബാക്കി 2 നമുക്ക് മോശക്കാരനാക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C/100 is equal to F-32/180 equal K-273/100 എന്ന് പറയുന്ന പ്രോബ്ലം, ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചുകൊണ്ട് പോയാൽ ഈസി ആയിട്ട് എന്റെ പ്രോബ്ലം ചെയ്യാം. ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഡിഗ്രിയെ നമുക്ക് കെൽവിൻ ആക്കണമെന്നെങ്കിൽ 273 ആഡ് ചെയ്യാൻ മതി. 273 ആഡ് ചെയ്താൽ മതി. ഇപ്പം 10 ഡിഗ്രി സെൽഷ്യസ് അതിന് നമുക്ക് കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് +273 ഈക്വൽ 283 കെൽവിൻ. ഓക്കെ, അത് സിമ്പിൾ ആണ്. ബാക്കി ഫാരൻഹീറ്റിനെ കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിലും സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങോട്ടേക്ക് മാച്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഇക്വേഷൻ പഠിച്ചുകൊണ്ട് വേണം, പാട്ട് പോലെ വേണം പഠിച്ചിട്ട് പോകാൻ. ഓക്കെ വാ. അടുത്ത തെർമൽ എക്സ്പാൻഷൻ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഉണ്ട്, ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഉണ്ട്. ഇതിനെല്ലാം കോയിഫിഷ്യന്റ് ഉണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, കോയിഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ബീറ്റ, കോയിഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഗാമ. അതിന്റെ റിലേഷൻ ചോദിക്കും. ഇത് റിപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അവര് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അധ്യാപകർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചോദിച്ചാലോ. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, റിപ്പറ്റീഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. തെർമൽ എക്സ്പാൻഷന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. മറ്റേ സ്മോൾ ഗ്യാപ്പ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ റെയിൽസ്, സ്മോൾ ഗ്യാപ്പ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ റെയിൽസ് എന്നൊക്കെ പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ ആണ്. അതൊക്കെ നോക്കിക്കൊണ്ട് പോവുക. മിക്കവാറും അടുത്തിടെകളിലൊക്കെ പരീക്ഷയ്ക്ക് വെച്ചാണ്. പണ്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു വിശ്രമ ജീവിതത്തിന് ആവശ്യം വന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തേ ഉള്ളൂ. എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വിത്ത് ഗ്രാഫ് ടെമ്പറേച്ചറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. എൻ്റെ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം കാണാം. പിന്നെ ഹീറ്റിലേക്ക് വരുമ്പം ഹീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജൂൾ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആണ്. ഇൻസ്ട്രുമെന്റ് പലരും തെറ്റിക്കുന്നതാണ്, കലോറിമീറ്റർ ആണ്.
കലോറിമീറ്റർ ആണ് ഇൻസ്ട്രുമെന്റ്. ഹീറ്റ് കപ്പാസിറ്റി പഠിക്കുക, സ്പെസിഫിക് കപ്പാസിറ്റി പഠിക്കുക, അങ്ങനെ പറയാം, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അങ്ങനെ പഠിക്കുമ്പോൾ Q is equal to mc theta ഈക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Where Q is the quantity of heat, m is the mass, c is the specific capacity. അതിന്റെ യൂണിറ്റും പഠിച്ചോളാം, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നോട്ട് ചെയ്തോണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആകാം. ഇപ്പം 1500 ഡിഫറൻസ് ടെമ്പറേച്ചർ 100 - 50 അന്നേരം ഇനി ഒരു ടെമ്പറേച്ചർ മാത്രമല്ലെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇപ്പൊ 60 മാത്രം 60 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉണ്ടെങ്കിൽ 60 എടുത്താൽ മതി തീറ്റയായിട്ട്. ഓക്കെ, ഇനിയും ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഫ്രീസിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സബ്ലിമേഷൻ, ഇവാപറേഷൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇവാപറേഷൻ ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഒട്ടും മോശക്കാനല്ല, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ കൂട്ടത്തിൽ എന്റെ മോണോഅറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് ട്രൈഅറ്റോമിക് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. ഞാൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ പറയുന്നുണ്ട്, അതൊരു വീഡിയോ ചെയ്ത് തരാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്ത് രസമല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. There are 3 ways of heat transfer. There are conduction, convection and radiation. ഇത് മൂന്നെണ്ണം മാത്രം പറഞ്ഞാൽ പോലെ ഇത് മൂന്നെണ്ണത്തിന് ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കണം. അതിനകത്തൊക്കെ ഒരുപാട് ചോദിച്ചാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വീഡിയോക്കകത്ത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ബ്ലാക്ക് ബോഡി എല്ലാ വേവിലും ഇതിനെ അബ്സോർവ് ചെയ്യുന്നതാണ്. ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്റെ നോട്ടിനകത്ത് വീഡിയോക്കകത്തുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് ലാസ്റ്റിൽ ഒരു കൂളിംഗ് എഫക്ട് നേടി. ഇത്രയും പറയുമ്പോൾ എല്ലാം ചൂടായി, ടെമ്പറേച്ചർ, ഹീറ്റും എല്ലാം ലാസ്റ്റിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അതോടെ ഒന്ന് പഠിച്ചു നോക്കണം. ഇത് എങ്ങനെയൊക്കെ പഠിക്കാം. ലാസ്റ്റിൽ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം എന്നുള്ളതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു അവലോകനം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. അടുത്ത നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് വരും. തെർമോഡൈനാമിക്സും പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും ഒരൊറ്റ വീഡിയോ. ഓക്കെ വാ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നിങ്ങൾ മൊത്തത്തിൽ ഒരു 10-15 മിനിറ്റ് കേട്ട് കഴിയുമ്പോഴത്തേന് ഏകദേശം 3 ചാപ്റ്റർ കിട്ടുമല്ലേ? ഓക്കെ, സമയം വേണ്ട. തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ സിസ്റ്റംസ് ആൻഡ് സറൗണ്ടിങ്സ് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, സറൗണ്ടിങ് ഒക്കെ എളുപ്പമാണ്. ഈസി. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഇറ്റ് ഈസ് വെരി ഈസി ബട്ട് ഡേഞ്ചറസ്. പഠിച്ചോണ്ട് പോകുന്നില്ല. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ പഠിച്ചോണ്ട് പോകണം കേട്ടോ. പല നിസ്സാരമായിട്ട് പല ലോകളും നിങ്ങൾ അറിയാമെന്നുള്ള ധാരണയിൽ ഇരുന്നിട്ട് പോയി എഴുതുന്ന നേരം ഒന്നും കാണത്തില്ല. ഉദാഹരണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, കൊച്ചിലെ പോലെ പഠിക്കുന്നില്ലേ, ചെല്ലുമ്പോ എവരി ബോഡി പോയി. കണ്ടിപ്പാ പഠിച്ചു നോക്കണം. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് പഠിച്ചുകൊണ്ട് പോകണം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മേഴ്സ് റിലേഷനും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും Cp minus Cv is equal to R. Mays relation ideal gas equation PV is equal to nRT or N is equal to 1, PV is equal to RT. ഇത് രണ്ടും കെമിസ്ട്രിക്കകത്തുള്ളതാണ്. രണ്ടിന്റെ ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് പോകുന്നത് വളരെ നന്നായിരിക്കുന്നല്ല, നല്ലതാണ്, ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഡൺ ബൈ, ഈ രണ്ടെണ്ണത്തിനുള്ള പ്രത്യേകത. വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ചേഞ്ചും വർക്ക് ഡൺ ബൈ അഡയാബാറ്റിക് ചേഞ്ചും, അഡയാബാറ്റിക് പ്രോസസ്സും. ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് തരണം, ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എഴുതി പഠിക്കണം. വായിച്ച് പഠിച്ചത് മനസ്സിൽ നിൽക്കത്തില്ല. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ഇത് എഴുതി ക്ലിയർ ആക്കി എന്റെ വീഡിയോക്ക് കിടപ്പുണ്ട്. ഈസി ആയിട്ട് 2.303 log RT ഇങ്ങനെ ഇക്വേഷൻ നല്ല ഫ്ലോയിൽ എഴുതി പഠിക്കണം. എങ്ങനെ അത് അല്ലാതെ നമ്മൾ വായിച്ചു പഠിക്കാൻ പറ്റും? പറ്റത്തില്ല. എഴുതി നല്ല വൃത്തിയായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ചേഞ്ച്, വർക്ക് ഡൺ ബൈ അഡയാബാറ്റിക് ചേഞ്ച്, ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. ട്രിപ്പിൾ പോയിന്റ് എന്താണ്? 3 ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുമ്പോൾ 3 ആണ്. സോളിഡും ലിക്വിഡും വേപ്പറോടെ വരുമ്പോൾ അതിനുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. അതോടെ 3 ചോദിച്ചിട്ടുള്ള ഗ്രാഫ്. അങ്ങനെയുള്ള ട്രിപ്പിൾ പോയിന്റിനെ കുറിച്ച് പഠിച്ചിരിക്കുക. തെർമൽ ഇക്വിലിബ്രിയം, സഭയായിട്ട് നമുക്ക് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം. 2 സിസ്റ്റം ഒരേ ടെമ്പറേച്ചർ, സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ, 2 സിസ്റ്റത്തിന് സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഈ ഭാഗം മാത്രം നോക്കിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് അങ്ങനെ പണി വെട്ടം മേടിക്കരുത്.
ഹീറ്റ് എഞ്ചിൻ സ്വാഭാവികമായിട്ടും ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാർനോട്ട് സൈക്കിൾ മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ 41 വീഡിയോസിനകത്ത് ഒരെണ്ണം. ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ പാർട്സ് കൃത്യമായിട്ട് പാർട്സ് ഓർത്തിരിക്കുക, അതിന്റെ വർക്കിംഗ് ഓർത്തിരിക്കുക. കാർനോട്ട് സൈക്കിൾ വരയ്ക്കാൻ വൃത്തിയായിട്ട് കാർനോട്ട് സൈക്കിൾ വരയ്ക്കുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനൊക്കെയാണ് മാർഗം. ചുമ്മാ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിനകത്തൊന്നും ഡിനോട്ട് ചെയ്യാതെ പോകും, അങ്ങനെ വരരുത്. തെർമൽ എഫിഷ്യൻസി വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ഡെറിവേഷൻ ചോദിക്കാം. റെഫ്രിജറേറ്റർ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് അല്ലെങ്കിൽ റിവേഴ്സൽ പ്രോസസ് ഓഫ് കാർനോട്ട് സൈക്കിൾ ആണ് റെഫ്രിജറേറ്റർ. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് സിങ്ക് സോഴ്സ് എല്ലാം ഓർത്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുക. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസും പരീക്ഷയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് സിലബസിൽ ഉള്ളതാണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അത് ഡിറൈവ് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് ഈസി വേ, വെരി ഈസി അല്ലേ? തോന്നില്ലേ? നമ്മൾ പഠിക്കണം. പഠിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, നന്നായിട്ട് പഠിക്കുക. അടുത്തത് വളരെ ഈസി ആയിട്ട് നമ്മൾ പോകുന്നു, കൈൻഡ് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ വാ, പവർ 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 വരട്ടെ, വരണം. ഓക്കെ, അടുത്ത ടോപ്പിക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ തെർമൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, തെർമോഡൈനാമിക്സ് കഴിഞ്ഞു, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സോറി, മുമ്പേ തെർമോഡൈനാമിക്സ് ആയിരുന്നു കേട്ടോ, അത് ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. സോറി സോറി സോറി. അന്നേരം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എഴുതിയിട്ടുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അന്നേരം അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസിനകത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ, റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എന്റെ എല്ലാ വീഡിയോയ്ക്കും ഞാൻ പറയുന്നതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. E is equal to half kBT. E is equal to half kBT. Where Kb is called Boltzmann constant and T is absolute temperature. ഇത് രണ്ട് മാർക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അടുത്തത് ഗ്യാസ് ലോസ്. ഇതേപോലെ ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. സിമ്പിൾ. ഓക്കെ. അടുത്ത പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കാം. മിനിമം ഒരു 4 പോയിന്റ് പഠിച്ചുകൊണ്ടിരിക്കും. 4 പോയിന്റ് കൃത്യമായിട്ട് ഗ്യാസ് മോളിക്യൂൾസ് ഹാർഡാണ് സ്മൂത്ത് ആണ് എന്നൊക്കെ ഉള്ളത്. കൊളൈഡിങ് കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റാൻഡം മോഷൻ ആയിരിക്കും. കൊളീഷൻ നടക്കും. ആ കൊളീഷനിലുള്ള പറയുന്ന പേരാണ് ഫ്രീ പാത്ത്, ആവറേജിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന 4 പോയിന്റ്സ് പഠിക്കണം വേണം പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. പിന്നെ RMS വെലോസിറ്റി ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. RMS വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. RMS എന്ന് പറയുമ്പോൾ അങ്ങേറ്റത്തുനിന്ന് കുറെ വെലോസിറ്റി എടുക്കുവാണെങ്കിൽ അതിന്റെ ആദ്യം സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിന്റെ എല്ലാം മീൻ എടുക്കുക, പിന്നെ അതിന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ഈസി ഈസി ഈസി. മീൻ ഫ്രീ പാത്ത്, ഫ്രീ പാത്ത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഡെറിവേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിനോട്ട് ലാംഡ is 1/√2/d² എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അത് വീഡിയോ നോക്കി നന്നായിട്ട് പഠിക്കണം. മീൻ ഫ്രീ പാത്ത് എന്റെ ഡെഫിനിഷൻ പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഇൻ ദിസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഉണ്ട് പാസില്ലേ? എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഇതാണ് ചോദിച്ചത്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ്, മീൻ ഫ്രീ പാത്ത് ഒക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു, ഇത് തെർമൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇത് 3 മാർക്കിനും 4 മാർക്കിനും വരെ ചോദിക്കാവുന്നതാണ്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ്. ഓക്കെ. അന്നേരം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്തു. നിങ്ങൾ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് physical world and ending with kinetic theory of gas. എല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വന്നിട്ടുണ്ട്. ഇന്ന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ 3 ചാപ്റ്റർ ചേർത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തരാം. പടക്കെന്ന് പഠിച്ചിരിക്കണം. പടപ്പെടാതിരിക്കണം. ജിൽ 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 അരാം നന്നായിട്ട് പഠിക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ചോയ്സ് വെക്കാതെ നല്ല എല്ലാ പാഠങ്ങളും പഠിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് സമയം, ഇഷ്ടം പോലെ സമയം. നോ ടെൻഷൻ. മാക്സിമം ഹാർഡ് വർക്കിക്കൽ, മാക്സിമം മാർക്ക് പിടിച്ചെടുക്കണം നമ്മൾ മാർക്ക് കേട്ടോ.
ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ 100% നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഫോളോ മീ. ഒരുപാട് സർപ്രൈസ് ഇനി ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞ വാക്ക് ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. ഓരോന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നു. 18-ാം തീയതി പരീക്ഷ, 18-ാം തീയതി രാവിലെ വരെ നിങ്ങളോടൊപ്പം. ഓക്കെ, വാ ഉണ്ടാവും. ഓക്കെ.